ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീ ഗുരുവായൂർ ക്ഷേത്രം പൈതൃകത്തിൻ്റെയും ഭക്തിയുടെയും ഒരു പുണ്യഭൂമിയായി തിളങ്ങുന്നു. ഇവിടെ ദേവസ്വരൂപനായ ഉണ്ണികൃഷ്ണനാണ് ഭക്തർക്ക് ദർശനമായി പ്രത്യക്ഷമാകുന്നത്, അതായത് ശ്രീ ഗുരുവായൂരപ്പൻ. പുരാണപ്രകാരം ദ്വാരകാ നഗര വിനാശത്തിനു മുമ്പ് ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ ദിവ്യ വിഗ്രഹം ഗുരു ബൃഹസ്പതിക്കും വായുദേവനും സമർപ്പിച്ചു. ഗുരുവും വായുവും ചേർന്ന് ദക്ഷിണ ഭാരതത്തിൽ അന്വേഷണം നടത്തി ഗുരുവായൂർ എന്ന സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട തറയിലേക്കു കാൽ ചവിട്ടുമ്പോൾ തന്നെ മനസ്സിൽ ദൈവാനുഭവം പടർന്നു തുടങ്ങും. വായുവിൽ പ്രാർത്ഥനയുടെ സാന്നിധ്യം, ചുറ്റും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം, തുമ്പപ്പൂവും ചന്ദനവാസനയും നിറഞ്ഞു നിൽക്കുന്നു. ശ്രീകോവിലിൽ ഭഗവാന്റെ സ്നേഹഭാവമുള്ള മുഖം, 4 കൈയിലും ശംഖ്, ചക്രം, ഗദ, പത്മം പിടിച്ച് ദിവ്യമായ മംഗളമായ ഒരു രൂപത്തിൽ ശാന്തമായി ഭക്തന്മാരുടെ കാത്തിരിപ്പിന് മറുപടി നൽകുന്നു. ചുറ്റുമുള്ള 4 കെട്ടുകളും തൂണുകളും ശില്പകലയുടെ അതുല്യ ഉദാഹരണങ്ങളാണ്. താളമെടുത്തു നടക്കുന്ന ആനകൾ, പഞ്ചവാദ്യം, വിളക്കുമാടത്തിലെ ദീപങ്ങളുടെ സ്വപ്നരാഗം, ഈ സകലവും ഒരുമിച്ച് ഭഗവാന്റെ ശാന്ത സാന്നിധ്യത്തെ തീർച്ചപ്പെടുത്തുന്നു. ഓരോ പ്രഭാതവും ഉച്ചയും വൈകിട്ടും നടക്കുന്ന പൂജകളും ദീപാരാധനകളും ക്ഷേത്രത്തിന് ഒരു ദിവ്യ ജ്യോതിസ് രൂപം നൽകുന്നു. തുലാഭാരം, ചോറും ഒക്കെ ഭക്തിയുടെ മനോഹര ചിഹ്നങ്ങളാണ്. പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശി, വിഷു, അഷ്ടമി, രോഹിണി ദിനങ്ങളിൽ ക്ഷേത്രം ഒരു പുണ്യസാഗരമായി മാറുന്നു. ക്ഷേത്രത്തിൽ ഒരു നിമിഷം തൊഴുതു നിൽക്കുമ്പോൾ അകത്തെ എല്ലാ ദുഃഖങ്ങളും കനലായി പടർന്നു നശിക്കും. മനസ്സിൽ കൃതജ്ഞതയുടെ നീർത്തുള്ളികൾ നിറയും. കണ്ണാ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഒരുപാട് ശക്തമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വർണ്ണവിസ്മയവും ഭക്തിസാന്ദ്രതയും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോയിലൂടെ സാധിച്ചുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.